കണ്യത്ത് ഉസ്താദ് 40 കൊല്ലം പ്രസിഡന്റായി ഇരുന്ന കസാരയിൽ ഇരിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമയാണ് നമുക്ക് വേണം. തങ്ങൾക്ക് ആവശ്യമില്ല. തങ്ങൾ പറയുന്നു ഒരുപാട് സ്ഥലത്ത് ദർസുണ്ട്, ഞാൻ ഖാളിയാണ്, ഞാൻ ഇസ്തിഖാറത്ത് നടത്താം, ഇപ്പൊ വേണ്ടെന്നില്ല പറയും. തങ്ങൾക്ക് വേണ്ട, തങ്ങൾ നമുക്ക് വേണം. ആ ഇൽമു നിങ്ങൾ മനസ്സിലാക്കിയവരാണ് മാഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജില്ലന്റെ ആലിമീങ്ങൾ, പ്രഗത്ഭരായ ഉലമാക്കൾ എല്ലാം മുഴുവനും തങ്ങളെ ഖാളിയാകണമെന്ന് ആഗ്രഹിച്ചവരും അതുപോലെ ഇൻഷാ അല്ലാഹ് എല്ലാ മഹല്ലുകളിലും നടക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. തങ്ങളവരുകൾ ഏറ്റെടുത്ത കാര്യം നല്ലപോലെ പ്രവർത്തിക്കാനും എല്ലാ നാടുകളിലേക്ക് പിന്നെ തങ്ങൾ വന്നുകൊണ്ടിരിക്കുക തൗബക്ക് വന്ന പോലെ വന്നുകൊണ്ടിരിക്കാൻ ഖാലിക്ക് കഴിയല. മുക്കരിക്ക റമളാനില് അങ്ങനെ ഖാലിക്ക് പറ്റല. ഇത് ഇവിടുത്തെ പ്രശ്നം മാത്രല്ല, ഇത് ഈ സമസ്ത എന്ന് പറയുന്നത് ഈ ദുബായിലുണ്ട്, സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. എല്ലായിടത്തേക്കും പ്രസിഡന്റ് പോയിട്ട് എത്തണം. ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റല. നമുക്കൊരു ബർക്കത്ത്, ഒരനുഗ്രഹം തങ്ങൾ വേണ്ട സമയത്ത് അത് വേണ്ട പോലെ തങ്ങൾ ആ കാര്യം ആ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുക ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് കുത്തിരിക്കാൻ അതൊന്നും ചെയ്യല ഖാളിയായി എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ലോകത്ത് മുഴുവനത്തും എത്തണം തങ്ങൾ. ഇന്നലെ ഖത്തറിലുണ്ടെങ്കിൽ നാളെ ഖത്തറിലെങ്കിൽ പിറ്റേ ദിവസം ദുബായിലുണ്ടാവും. എന്തിനു പോകുന്നു? സമസ്തന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. കൈ കൊടുക്കുന്നില്ല. കൈ കൊടുക്കുന്നത് ഞാൻ പണ്ടൊക്കെ ഞങ്ങൾക്ക് കൈ കൊടുക്കും ഭയങ്കര ഒരു ആവേശമായിരുന്നു. ഇപ്പൊ ഈ ഷുഗറെല്ലാം വന്നിട്ട് ഓരോരുത്തർ പിടിച്ച് ഞെക്കുമ്പോ ഞങ്ങൾക്ക് വലിയ വിഷമം. ചില ആൾക്ക് പിടിച്ചാൽ മതി ഞെക്കണം, അമർത്തണം കൈന. ഇങ്ങനെ പ്രായമുള്ള സമയത്ത് ഓരോരുത്തരും 10,000 ജനങ്ങൾ കൂടി ഒരാൾ ഒരു മനുഷ്യന്റെ കൈന് പിടിച്ചാൽ അമർത്തിയാൽ എന്താവും? അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അമർത്താൻ പോണ്ട. തങ്ങളെ പൊരുത്തം ദുആ നിൽക്കുന്നുണ്ട്, ദുആ മതി. മനസ്സിലായില്ലേ? ഇനി കൈ പിടിക്കാൻ ആരും പോണ്ട. തങ്ങൾ കൈ തന്നില്ലാണ്. കൈ തന്നാൽ തങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തിന് എത്താൻ കഴിയില്ല. ഈ 1000 ആൾക്ക്